യാത്രയിൽ പരാതി നൽകിയിട്ടും പരിഹാരമില്ല. നാട്ടുകാർ ദുരിതത്തിൽ. അരുവിക്കര മൈലം ജി.വി. രാജ സ്കൂളിന് സമീപത്തെ വെള്ളക്കെട്ട് നാട്ടുകാർക്ക് ദുരിതമായി. മാസങ്ങൾക്ക് മുമ്പ് പൈപ്പിടുന്നതിനു വേണ്ടി സ്കൂളിന് സമീപത്ത് വാട്ടർ അതോറിറ്റി അധികൃതർ കുഴിയെടുത്തിരുന്നു. ഇവർ കുഴിച്ചെടുത്ത മണ്ണ് റോഡിന്റെ വശങ്ങളിൽ ഇപ്പോഴും കൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ മണ്ണ് മഴയത്ത് ഒലിച്ചിറങ്ങി ഓടകൾ അടഞ്ഞതിനാൽ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. ഇത് കാരണമാണ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു. മഴവെള്ളം കെട്ടിക്കിടന്ന റോഡിൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇത് വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവുകയും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി. ഇതിനെ തുടർന്ന് PWD അധികൃതർക്കും അരുവിക്കര MLAക്കും പരാതി നൽകിയിട്ടും പരിഹാരം കാണാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയിൽ വെച്ച് നാട്ടുകാർ ചേർന്ന് പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ ഒരുമിച്ച് കയ്യിൽ നിന്നും പണം മുടക്കി JCB വിളിച്ച് മണ്ണ് നീക്കാൻ തുടങ്ങിയത്. ഈ വെള്ളക്കെട്ട് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതൽ ആയി. വെള്ളക്കെട്ട് ഇവിടെ വെള്ളം കെട്ടിയാൽ ഏകദേശം ഒരു 4 അടിയോളം വെള്ളം ഈ ഭാഗത്ത് പൊങ്ങും. വഴിയാത്രക്കാർക്ക് പോകാനോ അതുപോലെ വാഹനങ്ങൾ, നിരവധി വാഹനങ്ങൾ ഇവിടെ വന്ന് ഓഫാവുകയും ഈ ഭാഗത്തൊക്കെ ഒതുക്കി ഇടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയായിരുന്നു. അപ്പോൾ അധികാരികളെ എന്ന് വെച്ചാൽ നവകേരളം ഉൾപ്പെടെ ഉള്ളിടത്ത് പരാതികൾ കൊടുത്തു. MLA നേരിട്ട് കണ്ട് പറഞ്ഞു. എന്തായാലും നാട്ടുകാർ ഇറങ്ങിക്കൊണ്ട് ഇത് വൃത്തിയാക്കാനുള്ള ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്.